നിങ്ങൾ ഈ പീരിയഡ് ബ്ലഡ് മാസ്ക് കേട്ടിട്ടുണ്ടോ? ഭയങ്കര വൈറലായിട്ടുള്ള ഒരു മാസ്ക് ആണ് കേട്ടോ. എന്റെ ഫേസ് ഭയങ്കര ഓയിലും ആൻഡ് സ്കിന്നൊക്കെ ആകെ ഡള്ളായിട്ട് ഇരിക്കാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ എന്റെ ഫേസ് ക്ലെൻസ് ചെയ്യാണ്. ഇത് കോഫിയുടെ ഫേസ് വാഷ് ആണ്. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഹൈലോറോണിക് ആസിഡ് ഉള്ളുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇതാണ് ഫേസ് വാഷ്. ഫേസ് ഒക്കെ ക്ലെൻസ് ചെയ്തതാ. ഇതാണ് എന്റെ ഇപ്പൊ കറന്റ് ഫേസ്. കണ്ടില്ലേ, അത്യാവശ്യം ടാൻ ഒക്കെ അടിച്ച പോലെയാണ് കേട്ടോ ഫേസ് ഒക്കെ. നേരത്തെ പറഞ്ഞ പോലെ പീരിയഡ്സിന്റെ ബ്ലഡ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് രക്തചന്ദനാണ്. എന്നോട് എല്ലാരും ഒന്ന് ക്ഷമിക്കണം, കാരണം വീട്ടിൽ അലക്കലില്ലാത്തതുകൊണ്ട് കാരണം ഞാൻ ജിഞ്ചർ ഗാർലിക് അടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ നമ്മൾ അങ്ങാടിക്കടയിൽ അതൊക്കെ കിട്ടുന്ന സംഭവമാണ്. പൊടിയിനാളും ഏറ്റവും നല്ലത് സ്റ്റിക്ക് ആണെന്ന് പറയാറുണ്ട്. നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവും, പിമ്പിൾസ് ഒക്കെ കുറയും കേട്ടോ. ഇൻടാൻ കുറയ്ക്കാനും ഓയിൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഇത് ഭയങ്കര യൂസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ പോസ് കുറച്ച് ടൈറ്റൻ ചെയ്യും കേട്ടോ. ഒരു 10 മിനിറ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ വാഷ് ചെയ്യാണ്. ഡയറക്റ്റ് വാഷ് ചെയ്യാണ്ട് കയ്യിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് ഞാൻ സ്ക്രബ് പോലെ യൂസ് ചെയ്തിട്ടാണ് റിമൂവ് ആക്കണേ. അപ്പൊ ഇതാണ് എന്റെ ഫേസ് കഴിഞ്ഞിട്ടുള്ള സ്കിൻ ടോൺ കേട്ടോ. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നൈറ്റ് ഈ മാസ്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇട്ട് കഴിഞ്ഞാൽ വെയിലത്ത് ഇറങ്ങാൻ പാടില്ല. പിന്നെ ഏത് മാസ്ക് ആണെങ്കിലും എപ്പോഴും നൈറ്റ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ചെയ്താലും നമ്മൾ സ്കിൻ കെയറും നമ്മൾ അതുപോലെ തന്നെ കൊണ്ടുപോകണം. നമ്മൾ എത്ര മേക്കപ്പ് ചെയ്താലും അത് നമ്മുടെ ഫേസിൽ അറിയും. അപ്പൊ ഇതാണ് എന്റെ നെക്സ്റ്റ് ഡേയിലത്തെ ഫേസ്. ഓക്കെ, വിനിമോൾ സൈനിങ് ഓഫ്. ബൈ.